പുതിയതല്ലേ? എവിടെ പൊട്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ ഓടിക്കളിച്ചോണ്ടിരുന്ന സ്ഥലങ്ങൾ. ഇവിടെയോ? ഇവിടെയൊക്കെ ഇവിടെ മുറ്റത്തും അന്നൊക്കെ ഈ തിണ്ണയില്ല. ആ തിണ്ണ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുക. എവിടെയൊക്കെ ഇങ്ങനെ ഓടി അങ്ങോട്ടും കൂടി കയറി ചാടി നടന്ന് അങ്ങനെ കളിച്ചോണ്ടിരുന്നത്. മുത്തശ്ശൻ്റെ സൂക്ഷിപ്പ് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കും. അതൊക്കെ തട്ടിപ്പൊറ്റാൻ നോക്കും ഞങ്ങൾ. മാറ്റിയോ? എന്ത്? ഞങ്ങളുടെ പൂജാ സാധനങ്ങൾ ഇവിടെ ഒരു വലിയൊരു ചാണ ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ചു. കിടപ്പുമുറി ഉണ്ട്, പുറത്തളം. അവിടെ ഇരുന്ന് ദോശയും ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ നിരന്നിരുന്ന് കഴിക്കും. മുത്തശ്ശനും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നിരന്നിരുന്ന് കഴിക്കും. മുത്തശ്ശിയോട് ഇങ്ങനെ ഉണ്ടാക്കി തരും. ദോശ ചുടുചുട ഈ നിലത്തായിരിക്കും എന്നൊക്കെ. നെല്ല് പുഴുങ്ങാനും കപ്പ പുഴുങ്ങല, നെല്ല് പുഴുങ്ങല, അങ്ങനെയുള്ള കുഴി പറിച്ചു. ആന തളക്കണ കല്ലായിരുന്നു. ആന പിടിച്ചു വെക്കുന്നത്. ആ കുഴി കൂടി കല്ലിൻ്റെ കുഴി കൂടി ഇട്ടിട്ട് ആന പിടിച്ചു വെക്കുന്നത്. ഒറ്റ കല്ല് കണ്ടോ? അതിൻ്റെ നോക്കി വലിയ കല്ലാന്ന്. വിട്ടിട്ടില്ല. വിശാലായിട്ട് കാണാൻ തുടങ്ങി. അപ്പം ഈ മുഖത്തൊക്കെ ഇങ്ങനെ വന്നിരുന്ന് ഇവിടെ ഇങ്ങനെ നോക്കിയിട്ടും ഇവിടെ ഇരുന്നാൽ പഠിക്കുക. എല്ലാവരും അമ്മമാരും മുത്തശ്ശനൊക്കെ ഇരുന്ന് പഠിക്കുക. പിന്നെ മുത്തശ്ശൻ പൂജ കഴിക്കുന്ന സ്ഥലം സരസ്വതി പൂജ ഗ്രന്ഥപ്പെട്ടി. ഇതാണ് ഗ്രന്ഥപ്പെട്ടി. അതിലെ ഗ്രന്ഥങ്ങളുണ്ട്. കുറേ ഉണ്ടല്ലോ. പഴയ ഗ്രന്ഥപ്പെട്ടി. ഒരിക്കലേ മുത്തശ്ശിയും അമ്മാവനും ഒക്കെ കൂടിയിട്ട് ഒരാട്ടുമുട്ടി ഉണ്ടായിരുന്നു. കുഞ്ഞ് ആട്ടുമുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പഠിക്കുമ്പോൾ ഇവിടെ കൊണ്ട് നിർത്തി. ഈ പടിയുമ്പോ കൊണ്ട് നിർത്തി. പാവം അത് കുറേ നേരം ചാടി കളിച്ചിട്ട് അങ്ങോട്ട് മുറ്റത്തേക്ക് വീണു. മുത്തശ്ശി പറഞ്ഞായിരുന്നു ഒന്നും പറ്റിയില്ല പാവത്തിന്. ഈ ഓടൊന്നും ഇതൊക്കെ മുത്തശ്ശിയുടെയൊക്കെ പുസ്തകങ്ങളാണ് പണ്ടത്തെ.